ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിൽ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇവിടെ വരികയാണ്. ഓരോരോ കണക്കുകളായി വരുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിൽ ഇഞ്ചോടിഞ്ചല്ല, ഏതെങ്കിലും തരത്തിൽ തേജസ്വിയുടെ മുഖ്യമന്ത്രി മുഖത്തിന് നിതീഷിന് സുശാസൻ ബാബുവിന് വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് പരിപൂർണമായ ആധിപത്യം NDA മുന്നണി അവിടെ നേടുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ശ്രീനാഥ്, തീർച്ചയായും നിതീഷ് കുമാർ ഫാക്ടർ അത് ആഞ്ഞടിച്ചു എന്നതാണ് ഈ NDAക്ക് ഈ പ്രഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്, ഒരു ലാൻഡ് സ്ലൈഡ് വിജയമാണ് ബീഹാറിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ നിതീഷ് കുമാർ ഫാക്ടർ തന്നെയാണ് നിർണായകമാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 43 സീറ്റായിരുന്നു JDUവിന്. അതേ JDUവിന് ഇത്തവണ 60 മുതൽ 68 സീറ്റ് വരെ പോകാം എന്നത് ദൈനിക് ഭാസ്കർ പറയുന്നു. മറ്റ് പോളുകൾ പരിശോധിക്കുമ്പോഴും നമ്മൾ ആ തരത്തിലുള്ള കണക്ക് കാണുന്നു. അതായത് JDUവിന് വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് NDAയുടെ ഈ ഒരു കുതിപ്പിന്, ഈ പ്രഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുതിപ്പിന് കാരണമായി മാറാൻ പോകുന്നത്. അതിൽ തന്നെ നിതീഷ് കുമാർ ഫാക്ടർ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള പദ്ധതികൾ വോട്ടായി മാറി എന്നതിന്റെ ക്ലിയർ ചിത്രമാണ്, വ്യക്തമായ ചിത്രമാണ് ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. മഹാസഖ്യത്തിന്റെ ക്യാമ്പിൽ നിന്ന് ഇതിനോടകം തന്നെ ചെറിയൊരു നിരാശ നമുക്ക് പ്രകടമാണ് പ്രതികരണങ്ങളിൽ. കാരണം അല്പസമയം മുമ്പാണ് അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണങ്ങൾ വന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ പണം അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന രീതി അത് ശരിയല്ല എന്നൊരു പ്രതികരണം അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളോട് ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗ്, അത് ഈ പറയുന്ന NDAയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, ഈ SC ST മണ്ഡലങ്ങളിലടക്കം, സ്ത്രീ വോട്ടർമാർ അധികമുള്ള മണ്ഡലങ്ങളിലടക്കം ഉണ്ടായ ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗിന് ശേഷം ഈ മഹാഗഡ്ബന്ധൻ ക്യാമ്പ് കുറച്ച് നിരാശയിലായിരുന്നു എന്ന് പ്രചാരണ ഘട്ടങ്ങളിൽ തന്നെ തോന്നിയിരുന്നു. നമ്മൾ തേജസ്വി യാദവിനെ ആദ്യഘട്ടങ്ങളിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷമുള്ള തേജസ്വി യാദവ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വലിയ അപകടം തേജസ്വി യാദവും RJDയും മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ അവർക്ക് കിട്ടിയിരുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ 65% വോട്ടിംഗ് വന്നപ്പോൾ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നൊരു തിരിച്ചറിവ് NDA ക്യാമ്പിലുണ്ടായി. അങ്ങനെയാണ് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് ഈ നിതീഷ് കുമാർ ഫാക്ടർ എന്നുള്ള നിഗമനത്തിലേക്ക് പോലും അവർ എത്തുന്നത്. ഇന്നലെ മാത്രമാണ് ധർമ്മേന്ദ്ര പ്രധാൻ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP നേതാവ്, ആരാകും NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, കൃത്യമായൊരു ഉത്തരം നിതീഷ് കുമാർ തന്നെ എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.